തമിഴ്നാട്ടിൽ സന്ദർശനം തുടരുന്ന പ്രധാനമന്ത്രി ഇന്ന് ചരിത്ര പ്രാധാന്യമുള്ള ധനുഷ്കോടിയിലെത്തി. രാവിലെ ധനുഷ്കോടിയിലുള്ള അരിച്ചാൽ മുനമ്പിലാണ് പ്രധാനമന്ത്രി സന്ദർശനം നടത്തിയത്. ഇവിടെ വഴിപാടുകൾ നടത്തിയ ശേഷം കോദണ്ഡ രാമസ്വാമി ക്ഷേത്രത്തിലും മോദി ദർശനം നടത്തി. രാമസേതു നിർമ്മിച്ചു എന്ന് കരുതുന്ന മുനമ്പിൽ ഏറെ നേരം ധ്യാനനിരതനായിരുന്ന ശേഷമാണ് പ്രധാനമന്ത്രി മടങ്ങിയത്. ये कहा जाता है अरिचल मुनई पॉइंट के बारे में कि वही स्थान है जहां से राम सेतु का निर्माण हुआ था. धनुषकोटी जो ये जगह है जहां से प्रधानमंत्री രാമായണത്തിലേറെ പ്രതിപാദിക്കപ്പെട്ടിട്ടുള്ള തമിഴ്നാട്ടിലെ ധനുഷ്കോടിയിലായിരുന്നു മൂന്നാം ദിനം മോദി ആദ്യം സന്ദർശനം നടത്തിയത്. ഇന്നലെ രാത്രി രാമേശ്വരത്തെ ശ്രീരാമകൃഷ്ണ മഠത്തിൽ തങ്ങിയ മോദി രാവിലെയോടെ ധനുഷ്കോടിയിൽ നിന്ന് ശ്രീലങ്കയിലേക്ക് രാമസേതു നിർമ്മിച്ചെന്ന് കരുതുന്ന അരിച്ചാൽ മുനമ്പിലെത്തി. രാവണനെ പരാജയപ്പെടുത്തുമെന്ന് ശ്രീരാമൻ പ്രതിജ്ഞയെടുത്തതും രാവണനുമായുള്ള യുദ്ധത്തിനു ശേഷം വിഭീഷണനെ ലങ്കയുടെ രാജാവായി രാമൻ വാഴിച്ചതും ഇവിടെ വെച്ചെന്നാണ് ഐതിഹ്യം. തുടർന്ന് കടൽക്കരയിൽ ഏറെ നേരം മോദി ധ്യാനനിരതനായിരുന്നു. प्रधानमंत्री देखिए बैठकर अनुलोम विलोम कर रहे हैं. ये अनुलोम विलोम करते हुए नजर आ रहे हैं और योग का ये एक बहुत अहम एक क्रिया है. यहाँ से आचमन देते हुए सूर्य भगवान को प्रधानमंत्री और പിന്നാലെ ധനുഷ്കോടിയിലെ കോദണ്ഡരാമ സ്വാമി ക്ഷേത്രത്തിലും മോദി ദർശനം നടത്തി. ഇന്നലെ ട്രിച്ചി ശ്രീരംഗ ക്ഷേത്രത്തിലും രാമേശ്വരം രാമനാഥ ക്ഷേത്രത്തിലും മോദി ദർശനം നടത്തിയിരുന്നു. आप देख सकते हैं कि प्रधानमंत्री ने यहाँ पर पूजा अर्चना की है विधि विधान के साथ. और ये भी माना जाता है कि यहाँ पर स्वामी विवेकानंद ने भी इस मंदिर का दौरा किया था. രാമേശ്വരത്തെ അഗ്നിതീർത്ഥത്തിൽ സ്നാനം ചെയ്ത പ്രധാനമന്ത്രി ഇവിടെയുള്ള 22 തീർത്ഥങ്ങളിൽ നിന്നുള്ള ജലവും ഇന്നലെ ശേഖരിച്ചിരുന്നു. ഇന്നത്തെ സന്ദർശനത്തിന് ശേഷം ഈ പുണ്യതീർത്ഥങ്ങളുമായിട്ടായിരിക്കും അയോധ്യ രാമക്ഷേത്രത്തിൽ നടക്കുന്ന പ്രാണപ്രതിഷ്ഠാ ചടങ്ങിലേക്ക് പ്രധാനമന്ത്രി യാത്ര തിരിക്കുക. മാതൃഭൂമി ന്യൂസ്, ചെന്നൈ.